കേരളത്തിലെ ഏക ചുടല ഭദ്രകാളി ക്ഷേത്രം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പറവൂർ ചാത്തനാട് റോഡിൽ വടക്കം പറവൂരിനടുത്താണ് കേരളത്തിലെ ഏക ചുടല ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തോന്നിയകാവ് ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചുടല ഭദ്രകാളിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണാടി ശിലാപ്രതിഷ്ഠയാണ്. തോന്നിയകാവ് ചുടലഭദ്രകാളിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണ്. ക്ഷേത്രത്തിന് മുന്നിലുള്ള ശ്മശാനത്തിൽ കാളിദേവി വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ഉപദേവത ഗണപതിയാണ്. സംഘകാല കൃതികളിൽ പരാമർശമുള്ള പറവൂരിലാണ് തോന്നിയകാവ് ചുടലഭദ്രകാളി ക്ഷേത്രം. പണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ശ്മശാനമായിരുന്നു. സംഘകാല കൃതിയായ മണിമേഖലയിൽ കൂലവാണിയൻ ചാത്തനാർ ചക്രവാളകോഷ്ടം എന്ന അധ്യായത്തിൽ ചുടുകാട്ടിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാളിക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ചേര രാജകുമാരനായ ഇളങ്കോവടികൾ തൻ്റെ പറവൂരിലെ കോവിലകത്ത് താമസിച്ചിരുന്ന കാലത്ത് രചിച്ചതാണ് ചിലപ്പതികാരം എന്ന് കരുതുന്നു. കണ്ണകി തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തിയിൽ മധുര നഗരം ചുട്ട് ചാമ്പലാക്കി അവിടെ നിന്നും യാത്രയായി. ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിൽ എത്തുകയും അവിടെ വെച്ച് കോവിലൻ കണ്ണകിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കണ്ണകിയുടെ ഓർമ്മയ്ക്കായി ചേര ചക്രവർത്തി ചേരൻ ചെങ്കുടവൻ ഒരു ക്ഷേത്രം പണിയിച്ച് കണ്ണകി പ്രതിഷ്ഠ നടത്തുന്നു. ഇവിടെ ചിലപ്പതികാരം അവസാനിക്കുന്നു. തുടർന്ന് കൂലവാണിയൻ ചാത്തനാർ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെയും കോവിലിൻ്റെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്നു. കണ്ണകിയുടെ ക്ഷേത്രമുള്ള നഗരത്തിലേക്ക് മണിമേഖല വരുന്നു. പിന്നീട് വഞ്ചി നഗരത്തിൽ വെച്ച് മണിമേഖല ഒരു ബുദ്ധഭിക്ഷുവായി മാറുന്നു. പുരാതനമായ ഈ വഞ്ചി നഗരം പറവൂറാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ക്ഷേത്രത്തിലെ ചുടലഭദ്രകാളി പടിഞ്ഞാട്ട് ദർശനമായി ശിലാകണ്ണാടിയിലാണ് പ്രതിഷ്ഠ. തന്ത്രം വേഴപ്പറമ്പ് മനയ്ക്കാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരുമിച്ച് യാത്ര തിരിച്ച് കൊടുങ്ങല്ലൂർ ദേവിയുടെ 5 സഹോദരിമാരാണ്. കുടിയാംകുളങ്ങര ദേവി, കോട്ടുവള്ളിക്കാവ് ദേവി, തൃക്കപുരം ദേവി, കാളികുളങ്ങര ദേവി, തോന്നിയകാവ് ദേവി എന്നിവർ. ശ്മശാനം കണ്ട് ദേവിയെ തോന്നിയ സ്ഥലത്ത് ഇരുന്നത് കൊണ്ടാണ് തോന്നിയകാവായി അറിയപ്പെട്ടു എന്ന ഐതിഹ്യം. കുംഭം 1-നാണ് ക്ഷേത്രത്തിലെ മുടിയേറ്റം നടക്കുന്നത്. കുംഭം 2 മുതൽ കുംഭം 7 വരെയാണ് ഉത്സവം.